ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് സ്ട്രിക്റ്റ് മോഡിനെ കുറിച്ചാണ്. നമ്മളൊരു ജാവാസ്ക്രിപ്റ്റിൽ ഒരു കോഡ് എഴുതുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ കുറച്ച് എററുകളൊക്കെ കടന്നു വരാം. പക്ഷേ ഈ എററുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ റിസൾട്ടിന് ചിലപ്പോൾ എഫക്റ്റ് ചെയ്യും, ചിലപ്പോൾ എഫക്റ്റ് ചെയ്യില്ല. അതായത് നമുക്കൊരു ആൻസർ വരും, എന്നാൽ പ്രോഗ്രാമിൻ്റെ ഉള്ളിലാണെങ്കിലോ എറർ വരും. അപ്പോൾ ഇങ്ങനെയുള്ള എററുകളൊക്കെ കണ്ടെത്തി അത് ഒഴിവാക്കാനും നമുക്കവിടെ കറക്റ്റായിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമുക്ക് കാണിച്ചു തരാനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, സ്ട്രിക്റ്റ് മോഡൽ ഉപയോഗിക്കുന്നത്. അതായത് നമ്മളെ പ്രോഗ്രാമിൽ എന്തെങ്കിലും സൈലൻ്റ് എറർ, അതായത് നമ്മൾ കാണാതെ ഇരിക്കുന്ന, അതായത് ഔട്ട്പുട്ട് നമുക്ക് കറക്റ്റായി വന്നിട്ടുണ്ടാകും, എന്നാലും നമ്മളെ പ്രോഗ്രാമിൽ സൈലൻ്റായി നിൽക്കുന്ന പല എററുകളൊക്കെ കണ്ടെത്തി അത് നമ്മളെ പ്രോഗ്രാമിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്ട്രിക്റ്റ് എന്ന മോഡ് ഉപയോഗിക്കുന്നത്. സ്ട്രിക്റ്റ് എക്സ്പ്രഷൻ നമുക്ക് ഓൺലി പ്ലേസ്ഡ് ആസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ സ്ക്രിപ്റ്റ് ഓർ ഫംഗ്ഷൻ. അതായത് നമ്മളെ പ്രോഗ്രാമിലെ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ ഉള്ളിലോ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാത്രമേ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സ്ട്രിക്റ്റ് ഇല്ലാതെ എങ്ങനെ നമ്മളെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നു, അപ്പോൾ അതിലെങ്ങനെ എറർ വന്നത് നമ്മൾ കണ്ടെത്തുന്നു എന്നതിനെക്കുറിച്ചുമാണ് ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കോഡ് എഴുതുന്നുണ്ട്. സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മൾ HTML എന്ന് എഴുതി അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇവിടെ നമ്മൾ എക്സ് എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ വേരിയബിൾ എറർ വരാൻ വേണ്ടി നമ്മൾ അതിന് മുമ്പ് വാർ എന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മൾ വാർ എന്ന് ചേർത്ത് കൊടുക്കുന്നില്ല. വേരിയബിളിൻ്റെ വാല്യൂ ഞാനിവിടെ വന്ന് 10 എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ലോഗ് വെച്ചിട്ടൊന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ലോഗ് എന്ന് ചേർത്ത് കൊടുത്തു, ഇവിടെ വന്ന് എക്സ് എന്നും ചേർത്തു. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്ത് റണ്ണ് ചെയ്യിപ്പിക്കാം. അപ്പോൾ റണ്ണ് ചെയ്യാൻ ഞാൻ ഓപ്പൺ വിത്ത് ലൈവ് സെർവറിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇതിപ്പോൾ റൺ ചെയ്തുമ്പോൾ നമുക്ക് ഇവിടെ ഒന്നും കാണിച്ചു തരില്ല. നമുക്കിതിൻ്റെ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ആൻസർ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്പെക്റ്റ് എന്ന മോഡിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ഇൻസ്പെക്റ്റ് എന്ന മോഡ് ഓപ്പൺ ചെയ്താൽ ഇവിടെ വന്ന് സോഴ്സിൽ പോയാൽ നമുക്ക് കൺസോളിൽ അതിൻ്റെ ആൻസർ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. എന്താണോ അതിൻ്റെ ആൻസർ അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മളിവിടെ വന്ന് ഈ ഫംഗ്ഷന് വർക്ക് ചെയ്തുകൊണ്ടാണ് ഈ എറർ നോക്കേണ്ട. നമുക്കിവിടെ വന്ന് ഈ കൺസോളിനുള്ളിൽ നമുക്ക് അതിൻ്റെ 10ൻ്റെ വാല്യൂ ഏതാണോ അത് പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. എന്നാൽ നമുക്ക് ഈ മെത്തേഡ് കൂടി നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് കറക്റ്റ് എന്താണോ എറർ അത് നമുക്ക് അവിടെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സ്ട്രിക്റ്റ് എന്ന മോഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രിക്റ്റ് എന്ന മോഡ് ഉപയോഗിക്കാൻ വേണ്ടി ഇവിടെ വന്ന് സ്ക്രിപ്റ്റിൻ്റെ നേരെ താഴെയായിട്ട് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ യൂസ് സ്ട്രിക്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുക. സ്ട്രിക്റ്റ് എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ വന്ന് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്യാം. ഇതൊന്ന് സേവ് ചെയ്ത് നമ്മളിത് റണ്ണ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നേരത്തെ വന്നിരുന്ന 10 എന്നുള്ള വാല്യൂ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല. പകരം എക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്നാണ് കാണിച്ചു തരുന്നത്. അതായത് നേരത്തെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ എക്സിൻ്റെ വാല്യൂ എന്താണോ അല്ലെങ്കിൽ ആൻസർ എന്താണോ അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല. എന്നാൽ നമുക്കിവിടെ നമ്മുടെ യൂസ് സ്ട്രിക്റ്റ് മോഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ എക്സിൻ്റെ വാല്യൂ അവിടെ ഇല്ല, എക്സ് എന്നുള്ളൊരു വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നും അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആൻസർ പ്രിൻറ്റ് ചെയ്യില്ല എന്നുമാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമ്മളിത് നേരെ സ്ക്രിപ്റ്റിൻ്റെ താഴെയായിട്ട് നമ്മൾ യൂസ് സ്ട്രിക്റ്റ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് നോക്കിയത്. ഇനി നമുക്കൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് 2 നമ്പറിൻ്റെ സമ്മ് കാണുമ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നും കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ രൂപത്തിൽ തന്നെ നമുക്ക് ആൻസർ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലോഗിൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ എന്താണെങ്കിൽ ചേർത്ത് കൊടുക്കുന്നു. ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ 2 പാരാമീറ്റർ വാല്യൂ ചേർത്ത് കൊടുക്കുന്നു, 10 അതേപോലെ തന്നെ 20. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്നൊരു ഫംഗ്ഷന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഫംഗ്ഷൻ്റെ പേര് സം എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ 2 എലമെൻറ്റ് ചേർത്ത് കൊടുക്കുന്നു, എയും അതേപോലെ ബി. രണ്ടും എറർ വരാൻ വേണ്ടി ഞാനിവിടെ എ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, യൂസ് സ്ട്രിക്റ്റ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ യൂസ് സ്ട്രിക്റ്റ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ ആൻസർ റിട്ടേൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ വന്ന് റിട്ടേൺ ഇട്ടതിന് ശേഷം നമ്മൾ A+A എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഈ പ്രോഗ്രാം ഒന്ന് സേവ് ചെയ്ത് നമ്മൾ ഇവിടെ വന്ന് റണ്ണ് ചെയ്യിപ്പിക്കുകയാണ്.
അപ്പോൾ നമുക്കിവിടെ ഡ്യൂപ്ലിക്കേറ്റ് പാരാമീറ്റർ നോട്ട് അലൗഡ് ഇൻ ദിസ് കണ്ടെക്സ്റ്റ്, അതായത് നമുക്കിവിടെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള 2 പാരാമീറ്റർ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരിക്കലും പ്രോഗ്രാമിൽ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് നമുക്കിവിടെ എററായിട്ട് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എന്താണ് യൂസ് സ്ട്രിക്റ്റ് എന്നും അതെങ്ങനെ നമ്മളെ പ്രോഗ്രാമിൽ ഉപയോഗിക്കുക എന്നതിനെ കുറിച്ചുമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.